സ്കൂൾ തുറപ്പാകുമ്പോൾ ഉള്ള എല്ലാ വർഷത്തെ സ്ഥലം കലാപരിപാടിയാണ് ബുക്ക് പൊതിയലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഇനി എപ്പോൾ തീരുമെന്നൊന്നും അറിയത്തില്ല. ഒരു ലോഡ് ബുക്കുമായിട്ട് ഇരിക്കുകയാണ്. സത്യത്തിൽ ഞാനിത് ഹാഫ് മന്ത് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. എനിക്ക് വരിയില്ലാത്തതുകൊണ്ട് ഇപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പുസ്തകമൊക്കെ പൊതിയാൻ സ്കൂൾ തുറപ്പാകുമ്പോൾ ആകെപ്പാടി ഒരു ഉത്സവ ബഹളമാണ്. പുസ്തകം മേടിക്കുന്നു, ബാഗ് മേടിക്കുന്നു, പിന്നെ പുസ്തകം പൊതിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു ചിട്ട പോലെയാണ്. പണ്ടൊക്കെ അമ്മയായിരുന്നു പൊതിഞ്ഞിരുന്നത്. അപ്പം നമ്മളിങ്ങനെ പുസ്തകം മേടിച്ചിട്ട് ഓരോ കളറിലെ ബ്രൗൺ പേപ്പറൊക്കെ മേടിച്ച് അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, പിന്നെ പല കളറിൽ നെയിം സ്ലിപ്പായി. അങ്ങനെ ഞാനും അനിയനും കൂടി ഇങ്ങനെ കാത്തിരിക്കും പൊതിയുന്നതൊക്കെ കാണാൻ വേണ്ടി. ഇപ്പം പിന്നെ വർഷങ്ങളായിട്ട് ചേച്ചിയുടെ മക്കളായത് പിന്നെ ഞാനാണ് ഇവിടുത്തെ സ്ഥിരം പുസ്തകം പൊതിയലുകാരി. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, അവരെന്നെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റാപ്ലറൊക്കെ ചെയ്തൊക്കെ. അവസാനം പേരൊക്കെ എഴുതി. എനിക്കിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ പേരെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്കെച്ച് പെൻ കൊണ്ട് സൈഡിൽ, അതാകുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഏത് സബ്ജക്റ്റ് ആണെന്നൊക്കെ. അങ്ങനെ അവസാനം പുസ്തകമൊക്കെ പൊതിഞ്ഞ് സെറ്റ്. അങ്ങനെ 2 മാസത്തെ നീണ്ട വെക്കേഷന് ശേഷം ഇന്നെല്ലാവരും സ്കൂളിലോട്ട്. സത്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലപോലെ സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി എന്നായിരുന്നു. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 വർഷമായി. പക്ഷേ ഇപ്പം നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ സ്കൂളിലുള്ള ടൈമാണ് ഏറ്റവും നമ്മൾ ദേഷ്യം തോന്നുന്നതും, എന്നാൽ ഏറ്റവും നമ്മൾ പിന്നീട്